വേനൽ കടുത്തതോടെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം ഇപ്പോൾ രൂക്ഷമാണ്. പരാതി ഉയർന്നിട്ടും പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി നിശ്ചലമായിട്ട് ഒരുപാട് കാലമായി. അടിയന്തരമായി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നാണ് പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും തീരുമാനം. ഈ കടുത്ത വേനലിലും ഈ പൈപ്പിങ്ങനെ തുറന്നാൽ ആകെ വരുന്നത് കാറ്റു മാത്രമാണ്. പറയേണ്ടവരോടെല്ലാം പരാതി പറഞ്ഞു മടുത്തു. പക്ഷേ ഒരു പ്രയോജനവുമില്ല. പെരിങ്ങമലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രഖ്യാപിച്ച 123 കോടി രൂപ ചിലവഴിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച സമഗ്ര കുടിവെള്ള പദ്ധതി നിശ്ചലമായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പനങ്ങോട് ആയിരവല്ലി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിന്നു. ഇവിടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 1.25 ഏക്കർ സ്ഥലം വാട്ടർ അതോറിറ്റിക്ക് വാങ്ങി നൽകി. ഇതിൽ 70 സെന്റ് സ്ഥലം ട്രീറ്റ്മെന്റ് പ്ലാന്റിനും 30 സെന്റ് സ്ഥലം ടാങ്ക് നിർമ്മിക്കാനുമാണ് നൽകിയത്. പക്ഷേ പണി നീങ്ങിയില്ല. നിർമ്മാണം പാതി വഴിയിൽ. പത്ത് സെന്റ് സ്ഥലം കിണറിനും പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിനായും പഞ്ചായത്ത് കണ്ടെത്തി നൽകി. ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി വൈദ്യുത കണക്ഷൻ എടുക്കുക മാത്രമാണ് വാട്ടർ അതോറിറ്റി ചെയ്തത്. ഇതിനു പുറമെ പഞ്ചായത്ത് റോഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയും അനുവദിച്ചു. പേരിന് വീടുകളിൽ പൈപ്പ് കണക്ഷൻ നൽകി. പക്ഷേ വെള്ളം മാത്രം എത്തിയില്ല. പണി നടന്നു വരുന്നു. പക്ഷേ ഇപ്പോൾ തീരെ ഇഴഞ്ഞുള്ള രീതിയിലാണ് പോക്ക്. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പേര് വെള്ളം കിട്ടാതെ വലയുന്നുണ്ട്. രാവിലെ ആയാൽ നമുക്കൊക്കെ ജനപ്രതിനിധികളായ നമുക്കൊക്കെ ഫോൺ എടുക്കാനേ നേരമുള്ളൂ. ഇപ്പോൾ നല്ല വരൾച്ചയാണ് പ്രതിസന്ധി. പിന്നെ നമുക്ക് ഈ പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഒരുപാട് ആറുകളും കാട്ടരുവികളും കുളങ്ങളും എല്ലാം ഉള്ള പഞ്ചായത്താണെങ്കിൽ പോലും ഇപ്പം ഈ വർഷം വളരെയേറെ വരൾച്ച നേരിടുന്നതാണ്. അപ്പോൾ പൈസ ഉള്ളവരൊക്കെ പൈസ കൊടുത്ത് ടാങ്കുകൾ വെള്ളം വാങ്ങും. പക്ഷെ തീരെ പാവപ്പെട്ട ഈ കുന്നുംപുറത്തൊക്കെ താമസിക്കുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത. പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെല്ലാവരും സമരം മുഖത്തേക്ക് വരുമെന്നാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അങ്ങനൊരു സമരത്തിലേക്ക് ഇത് പണി പെട്ടെന്ന് പൂർത്തിയാക്കി എല്ലാവർക്കും വെള്ളം ലഭിച്ചില്ലെങ്കിൽ അങ്ങനൊരു സമരത്തിലേക്ക് കടക്കാനാണ്. വേനൽ കത്തിക്കയറുമ്പോൾ മലയോര മേഖലയിലെ പെരിങ്ങമല പഞ്ചായത്തിലെ ജനങ്ങൾ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലാണ്. ഒരു തുള്ളി വെള്ളം വരാത്ത പൈപ്പുകളിൽ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ തടസ്സമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ അനൗദ്യോഗിക വിശദീകരണം. ഇത് കേവലം പെരിങ്ങമലയിലെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്താകെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. വേനൽക്കാലമാണ്. കുടിവെള്ളം എന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യവും. ഈ മനുഷ്യരെ ആരും കാണാതെ പോകരുത്. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പെരിങ്ങമലയിലെ കുടിവെള്ളക്ഷാമം എത്രയും വേഗം പരിഹരിക്കട്ടെ. കാരണം ഈ കടുത്ത വേനലിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളക്ഷാമം തന്നെയായിരിക്കും. അത് ഓരോ സ്ഥലത്തും സാധാരണക്കാർ പണം കൊടുത്ത് ഈ കുടിവെള്ളം വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പരിഹരിക്കാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി ഹാഷ്മി താജ് ഇബ്രാഹിം വരികയാണ്. എൻകൗണ്ടർ ആരംഭിക്കുന്നു. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.